ഈ ഒരു ഫോമിൽ നമുക്ക് അതർ ടൈപ്പ് ഓഫ് ഇൻപുട്സിന് നോക്കാം. എക്സാമ്പിൾ, നമ്മളിവിടെ ഒരു ചെക്കൗട്ട് ഫോമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ വി നീഡ് ടു എൻ്റർ അഡ്രസ്, പോസ്റ്റ് കോഡ്, സിറ്റി എക്സെട്ര. ഓൾസോ നീഡ് ടു ചൂസ് എ ഷിപ്പിംഗ് മെത്തേഡ് ആൻഡ് എ പേയ്മെൻറ്റ് മെത്തേഡ്. സോ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇൻപുട്സിനെ നമ്മൾ ഈ ഒരു ഫോമിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്കതിൻ്റെ സ്ക്രാച്ച് തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യാം ഫോർ form2. ഫോംസിലെ ഡാറ്റാസൊക്കെ form2 പേസ്റ്റ് ചെയ്തു. ഓക്കെ, ബോഡിയിലെ കണ്ടൻറ്റൊക്കെ ഒഴിവാക്കി പുതിയൊരു ഫോം ക്രിയേറ്റ് ചെയ്യുവാണ്. ഫോം എനിക്ക് അഡ്രസ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ലേബൽ ക്രിയേറ്റ് ചെയ്യുവാണ്. ഫോർ കൊടുക്കുന്നു. ലേബൽ അഡ്രസ്സിന് കൊടുക്കുവാണ്. ഓക്കെ, നൗ ഇൻപുട്ട്. ഞാൻ ഇൻപുട്ടിലോട്ടേക്ക് ടൈപ്പ്, നെയിം, ID, പ്ലേസ് ഹോൾഡർ, സൈസ് ആൻഡ് മാക്സ് ലെങ്ത് കൊടുക്കുന്നു. ഫസ്റ്റ് ടൈപ്പ് അഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് ടൈപ്പാണ്. ദെൻ നെയിം, നമ്മുടെ PHP കോഡിനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നെയിം കൊടുക്കുവാണ്. അഡ്രസ്, ദെൻ നമ്മുടെ ലാബിലുമായിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ID പ്രൊവൈഡ് ചെയ്യുവാണ്. ID നമ്മുടെ ലാബലിൻ്റെ 4 കൊടുത്ത സെയിം നെയിം ആയിരിക്കണം. സോ അഡ്രസ്, നെക്സ്റ്റ് സൈസാണ്. $30 ദെൻ ലാസ്റ്റ് വൺ മാക്സ് ലെങ്ത് 100 കൊടുക്കും. ഓക്കെ, എന്നാൽ ഞാനൊരു ലൈൻ ബ്രേക്ക് കൊടുക്കുവാണ്. ഓക്കെ, ഇതുപോലെ തന്നെ സിറ്റിക്കും പോസ്റ്റ് കോഡിനും ആഡ് ചെയ്യുവാണ്. ഞാൻ ഇതൊക്കെ കോപ്പി ചെയ്തു, ദെൻ പേസ്റ്റ് ചെയ്തു. ഓക്കെ, സിറ്റി ആൻഡ് പോസ്റ്റ് കോഡ്. ഓക്കെ, നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ ചേഞ്ച് ചെയ്യാനുണ്ട്. ഫോർ സിറ്റി അത് തന്നെയായിരിക്കണം അഡ്രസ്, ദെൻ നെയിമും സിറ്റി കൊടുക്കാം. ഇവിടെ നമുക്ക് കോഡ് കൊടുക്കാം. സോ സെയിം ടു ID ആൻഡ് നെയിമും കോഡ് തന്നെ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഒരു ഷിപ്പിംഗ് മെത്തേഡാണ് ചൂസ് ചെയ്യേണ്ടത്. സോ 3 ഷിപ്പിംഗ് മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് ആമസോണിലൊക്കെ സിമിലർ ആയിട്ട് ചെയ്യാം. സോ ഫസ്റ്റ് വൺ ഫ്രീ സൂപ്പർ സേവർ ഷിപ്പിംഗ്, നെക്സ്റ്റ് 2 day ഷിപ്പിംഗ് ആൻഡ് തേർഡ് വൺ 1 day ഷിപ്പിംഗ്. സോ ഫോർ ദാറ്റ് ക്രിയേറ്റ് എ ഡ്രോപ്പ് ഡൗൺ മെനു. നമുക്കതിന് വേണ്ടി സെലക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ടാഗാണ് യൂസ് ചെയ്യേണ്ടത്. സോ ഞാനിവിടെ സെലക്ട് ടാഗ് യൂസ് ചെയ്യുകയാണ്. അതിനൊരു നെയിം പ്രൊവൈഡ് ചെയ്യണം. ഷിപ്പിംഗ് എന്ന് കൊടുക്കുന്നു. ദെൻ നീഡ് എൻ ID, ഷിപ്പിംഗ് ക്ലോസ് ചെയ്യുകയാണ്. ദെൻ ഞാൻ ഓപ്ഷൻസ് കൊടുക്കുകയാണ്. എന്തൊക്കെ നമ്മളിപ്പോൾ 3 ഓപ്ഷനെ കുറിച്ച് പറഞ്ഞു, ആ ഓപ്ഷൻസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുകയാണ്. ഫസ്റ്റ് വൺ ഫ്രീ സൂപ്പർ സേവർ ഷിപ്പിംഗ്.
സോ ഇവിടെ കൊടുക്കുന്ന നെയിം ആയിരിക്കും നമ്മുടെ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നമുക്ക് കാണാൻ പറ്റുക. ദിസ് ഈസ് ദ ഫസ്റ്റ് വൺ. സോ second one 2-day shipping, and finally third one 1-day shipping. ഓക്കെ, സോ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ വെബ് പേജിൽ ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് നിങ്ങൾ ഫസ്റ്റ് കൊടുത്ത നെയിം ആയിരിക്കും ഇവിടെ കാണാം. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇതിൽ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. സോ നിങ്ങൾ ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ദിസ് സെലക്ട് ഓപ്ഷൻ വിൽ പാസ് ടു ദ PHP കോഡ് വിത്ത് ദിസ് വാല്യൂ. ഈ ഒരു വാല്യൂ വെച്ചിട്ടായിരിക്കും അത് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ PHP കോഡിലോട്ടേക്ക് പാസ് ചെയ്യുന്നത്. നമുക്ക് പേയ്മെൻറ്റ് മെത്തേഡ് ചൂസ് ചെയ്യുന്നത് നോക്കാം. ഞാൻ അതൊരു ലാബിൽ കൊടുക്കുവാണ്. പേപാൽ. ഓക്കെ, ബിഫോർ ദാറ്റ് ഞാനിവിടെ ഒരു ലൈൻ ബ്രേക്ക് കൊടുക്കുകയാണ്. ദെൻ ഒരു പാരഗ്രാഫ്. ചൂസ് യുവർ പേയ്മെൻറ്റ് മെത്തേഡ്. ഓക്കെ, സോ ഇനി നമ്മളിവിടെ ഇൻപുട്ട് ചെയ്യാൻ പോകുന്നത് റേഡിയോ ഇൻപുട്ടാണ്. സോ നമുക്ക് ഒരുപാട് റേഡിയോ ബട്ടൺസ് ക്രിയേറ്റ് ചെയ്യാം. ഇനി എന്തിനാണ് ഈ റേഡിയോ ബട്ടൺസ് എന്ന് പറയുന്നത്? നമുക്ക് അറ്റ് എ ടൈം ഒന്നിനെ മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫോർ ഓൾ റേഡിയോ ദേ ഹാവ് സെറ്റ് ഓഫ് ബട്ടൺസ് ആൻഡ് ഈച്ച് ബട്ടൺസ് ഫോർ എ സ്പെസിഫിക് റേഡിയോ സ്റ്റേഷൻ. സോ നമ്മൾ ഏതെങ്കിലും ഒരു ബട്ടൺ പുഷ് ചെയ്യുമ്പോൾ അതർ വിൽ പുഷ്ഡ് ഔട്ട്. സോ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ്, സിമിലർ കൺസെപ്റ്റാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിതിനെ റേഡിയോ ബട്ടൺ എന്ന് വിളിക്കുന്നത്. സോ അതിൻ്റെ നെയിമില്ല, ജസ്റ്റ് എൻ എക്സ്പ്ലനേഷൻ. സോ നമുക്ക് റേഡിയോ ബട്ടൺ ഇൻപുട്ട് ചെയ്യാം. സോ ഇൻപുട്ട് ടൈപ്പ് റേഡിയോ ആൻഡ് എ നെയിം പേപാൽ. So each radio button should have a value, and again this value is gonna pass to the PHP code. So നമ്മളിവിടെ കൊടുക്കുന്ന വാല്യൂ ആയിരിക്കും PHP കോഡിലോട്ടേക്ക് പാസ് ചെയ്യുന്നത്. സോ നമുക്ക് ആ വാല്യൂ കൊടുക്കാം. വാല്യൂ ഈക്വൽ ടു, ഞാനിവിടെ പേപാലിന് കൊടുക്കുവാണ്. ഓക്കെ, ഇതൊരു ഷിപ്പിംഗ് മെത്തേഡ് ആയതുകൊണ്ട് നമുക്കതിന് ജസ്റ്റ് ഒരു ലാബിൽ കൊടുക്കാം. ലൈക്ക് ഇവിടെ നമ്മൾ ചൂസ് യുവർ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞ പോലെ അത് നമ്മുടെ ഷിപ്പിംഗ് മെത്തേഡാണല്ലോ. ലാബിലായിട്ടല്ല, നമുക്ക് ജസ്റ്റ് ഒരു പാരഗ്രാഫിൽ കൊടുക്കാം. നിങ്ങൾക്കിവിടെ കാണാം റേഡിയോ ബട്ടൺ വന്നിട്ടുണ്ട്. സോ എനിക്ക് ഈ ബട്ടൺ ഈ ടെക്സ്റ്റിൻ്റെ ഉള്ളിലായിട്ടാണ് കാണേണ്ടത്. ഓക്കെ, സോ ഇനിയിവിടെ ഇപ്പം ഞാനൊരു ലാബിൽ കൊടുത്തിട്ടുണ്ട്, പേപാൽ കൊടുത്തിരുന്നു, അത് വേണ്ട. അപ്പോൾ ഞാൻ കൊടുക്കുന്ന ലേബലിൻ്റെ ഉള്ളിലായിരിക്കണം എനിക്ക് ഈ ഒരു ഇൻപുട്ട് വരേണ്ടത്. സോ ഞാൻ ഈ ഇൻപുട്ടിനെ കട്ട് ചെയ്ത് ലേബലിൻ്റെ ഉള്ളിലോട്ടേക്ക് കൊടുക്കുന്നുണ്ട്. ലേബലിൽ പേസ്റ്റ് ചെയ്യുകയാണ്. ആൻഡ് ഇവിടെ എനിക്ക് എന്താണോ ലേബൽ വേണ്ടത് അത് കൊടുക്കുന്നു. സോ പേപാൽ. സോ നിങ്ങൾക്ക് കാണാം ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതുപോലത്തെ രണ്ടെണ്ണം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ലേബൽ ഡെബിറ്റ് കാർഡ്, ആൻഡ് ദിസ് വൺ ക്രെഡിറ്റ് കാർഡ്. ഓക്കെ, നമ്മൾ നോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെയിം ഈ റേഡിയോ ബട്ടണാണ് നമ്മൾ മൊത്തം കൊടുക്കുന്നത്. ദാറ്റ് ഈസ് ഇറ്റ്സ് അണ്ടർ ദ കാറ്റഗറി ഓഫ് റേഡിയോ ബട്ടൺ. സോ ഇതിൻ്റെയൊക്കെ നമ്മൾ നെയിം കൊടുക്കുന്നത് സെയിം ആയിരിക്കും, വാല്യൂലായിരിക്കും ഡിഫറൻസ് വരുന്നത്. സോ ഞാനിവിടെ വാല്യൂ ഡെബിറ്റ് കാർഡിന് കൊടുക്കുന്നു, ആൻഡ് ഇവിടെ ക്രെഡിറ്റ് കാർഡിന് കൊടുക്കുന്നു. ഓക്കെ, സോ അതിന് കറസ്പോണ്ടായിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നത് കാണാം. സോ ഇതാണ് റേഡിയോ ബട്ടൺ. അപ്പം നിങ്ങൾക്കിവിടെ ടെക്സ്റ്റ് ഇൻപുട്ട് കൊടുക്കാനുള്ളതും നിങ്ങളുടെ പേയ്മെൻറ്റ് ഓക്കെ, ഇത് പേയ്മെൻറ്റ് മെത്തേഡല്ല, ഷിപ്പിംഗ് മെത്തേഡാണ്. ഓക്കെ, നിങ്ങളുടെ ഷിപ്പിംഗ് മെത്തേഡ് കൊടുക്കാനും പേയ്മെൻറ്റ് മെത്തേഡ് കൊടുക്കാനൊക്കെ ഉള്ളൊരു ഫോം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ടൈപ്പ് ഇൻപുട്ട് ആഡ് ചെയ്യാം.
യൂഷ്വലി നമ്മൾ കാണാറുണ്ട് നമ്മുടെ കമൻസൊക്കെ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു കോളം പ്രൊവൈഡ് ചെയ്യുക, ടെക്സ്റ്റ് ഏരിയ പ്രൊവൈഡ് ചെയ്യുക. സോ അങ്ങനെ ഒരു ഇൻപുട്ട് കൂടി നമുക്ക് നോക്കാം. ഞാനൊരു ലൈൻ ബ്രേക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് ടെക്സ്റ്റ് ഏരിയ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വെബ് പേജിൽ കാണാം ടെക്സ്റ്റ് ഏരിയ ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്കിനി ഇതിലേക്ക് കുറച്ച് ആട്രിബ്യൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിനി ഇതിനൊരു ലേബൽ കൊടുക്കുവാണ്. സോ ലേബൽ ഫോർ കമാൻഡ്സ്. ഓക്കെ, ദെൻ ലേബൽ ആസ് കമൻറ്റ്. ഇനി ഞാൻ ഈ കമൻസിൽ, അതായത് ഈ ടെക്സ്റ്റ് ഏരിയയിൽ കുറച്ച് ആട്രിബ്യൂട്ട്സ് സെറ്റ് ചെയ്യുന്നു. ലൈക്ക് കോളംസ്, റോസ്, അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുവാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ റോസ്. say 4, then column 40. Okay, now a name and an ID. Name, comments, and ID, comments. Okay. ഇനി ഞാൻ അടുത്ത ടൈപ്പ് ഇൻപുട്ട് കൊടുക്കുന്നത് ചെക്ക് ബോക്സ് ആണ്. സോ ചെക്ക് ബോക്സ് ആൻഡ് ഈ റേഡിയോ ബട്ടൺ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ റേഡിയോ ബട്ടണിൽ അറ്റ് എ ടൈം ഒന്ന് മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ചെക്ക് ബോക്സിൽ നമുക്ക് എത്ര എണ്ണം വേണോ അത്ര തന്നെ സെലക്ട് ചെയ്യാൻ പറ്റും. സോ വി ക്യാൻ സെലക്ട് ആസ് മച്ച് ആസ് വി നീഡ്. സോ ഫോർ ദാറ്റ് ഇൻപുട്ട് ടൈപ്പ് കൊടുക്കാം ചെക്ക് ബോക്സ്. സോ ബിഫോർ ദാറ്റ് ഞാനൊരു ലേബൽ കൊടുക്കുവാണ്. ലേബൽ ആൻഡ് എൻ്റെ ഇൻപുട്ട് നമ്മൾ റേഡിയോ ബട്ടൺ ചെയ്ത പോലെ തന്നെ ലേബലിൻ്റെ ഉള്ളിലോട്ടേക്ക് കൊടുക്കുന്നു. ആൻഡ് ലേബൽ സേ sign me up for email update. സോ ഇനി ഞാൻ ഇവിടെ ഒരു നെയിമും ആൻഡ് ഐ ഡിയും പ്രൊവൈഡ് ചെയ്യുവാണ്. നെയിം ഇമെയിൽ അപ്ഡേറ്റ് ആൻഡ് ഐ ഡി ഇമെയിൽ അപ്ഡേറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇതുപോലത്തെ ഒന്നുകൂടി ആഡ് ചെയ്യുവാണ്. ബിഫോർ ദാറ്റ് ഒരു ലൈൻ ബ്രേക്ക് കൊടുത്തു. ആൻഡ് ഓക്കെ, ആൻഡ് ലേബൽ ടു securely save my payment. ഓക്കെ, നമുക്കതിൻ്റെ നെയിം ചേഞ്ച് ചെയ്യാം. സേവ് പേയ്മെൻറ്റ്. സോ ഐ ഡി നമ്മൾ ലേബലിൽ ഐ ഡി കൊടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കാം. സോ ഐ ഡി ടു സേവ് പേയ്മെൻറ്റ്. ഓക്കെ, യു ക്യാൻ സി നമുക്ക് എത്ര വേണമെങ്കിലും സെലക്ട് ചെയ്തെടുക്കാം. സോ ഫൈനലി ടു ഫിനിഷ് നമുക്കൊരു സബ്മിറ്റ് ബട്ടൺ കൂടി ആഡ് ചെയ്യാം. സോ നെക്സ്റ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത് ഓഫ് ടൈപ്പ് സബ്മിറ്റ്. ഓക്കെ, സോ നമുക്കിവിടെ സബ്മിറ്റ് ബട്ടൺ വന്നു. ഇനി ഇതിൻ്റെ ടെക്സ്റ്റ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നാണെങ്കിൽ ഇവിടെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ആട്രിബ്യൂട്ട് നമ്മൾ ഫസ്റ്റ് ഫോമിൽ കണ്ടതുപോലെ വാല്യൂ കൊടുത്തിട്ട് നമുക്കിതിൻ്റെ ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഫോം.